നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം തേടി വ്യത്യസ്തനായ ഒരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഞാറമുട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ വീട്ടിലൊരു പുള്ളിക്കാരത്തി രാവിലെ വേസ്റ്റ് മറ്റ് ഇടാനിട്ട് പുറകിലേക്ക് പോയപ്പോൾ പുറകിലൊരു ബാത്റൂമോ അങ്ങനെ എന്തോ ഉണ്ട്. അതിനകത്തേക്ക് ഒരു പെട്ടെന്നൊരു അതിഥി ഇങ്ങനെ സ്പീഡിൽ വന്ന് അകത്തേക്ക് കയറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, വേണം ഡോറൊക്കെ അടച്ചു വെക്കാം. നമ്മുടെ പുള്ളി ഡോറൊക്കെ അടച്ച് സേഫാക്കി വെച്ചിട്ടുണ്ട്. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ. എന്താ പേര്? അശ്വതി. എന്താണ് മേഖല? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. വേറെ ആരാ ഉള്ളേ? നിൽക്കണം. അമ്മ അപ്പ പേടിച്ചിരിക്കായിരിക്കും അല്ലേ? നമസ്കാരം. സുഖമായിരിക്കുന്നു. എന്താ മോളെ പേര്? ഇത് എവിടെ മക്കളെ കണ്ടെന്ന് പറഞ്ഞേ? ഇതിനകത്തോ? ചേട്ടാ ഇവിടെ ഇങ്ങനെ ഞാൻ അവിടെ വരെ വന്നതാ. അപ്പൊ ഇവിടെ ഒരനക്കം വന്നു. അപ്പൊ നമ്മള് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമല്ലോ നോക്കാനായിട്ട്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പോയി. ഞാൻ പക്ഷെ വാല് കണ്ടു ഇതിനകത്ത് കയറി. ആ സമയത്ത് അടച്ചു കല്ലും വെച്ചു. ഒരു ഗോൾഡൻ കളർ പോലെ തോന്നി. സ്പീഡിയും കയറി പോയി. ഇതൊരു ബാത്റൂമാണ്, മേളിൽ ഗ്യാപ്പ് ഉണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞു ഇതിനകത്തൊന്നും പോയിട്ടില്ല, അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി കണ്ടോണ്ട് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മേഡം ഡോർ നന്നായിട്ട് അടയ്ക്കണം, ഉപയോഗിക്കുന്നൊന്നുമില്ല, അതിനകത്തൊരു വേസ്റ്റ് തേങ്ങയോ മറ്റ് സാധനങ്ങളൊക്കെ വരെ ഇടുന്നതാണ്. അപ്പോൾ ആ സ്ഥലത്താണ് ഇതിൻ്റെ അദ്ദേഹം കയറി. അപ്പോൾ എന്തായാലും പോകാൻ സാധ്യത, എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, അത്രയ്ക്ക് സാധനങ്ങളില്ല, അതുകൊണ്ട് അതൊരു ഉപകാരമായി. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത്, ഇനി എനിക്കൊരു സംശയമുള്ളതാണ്ടോ, ഇതിനകത്തൊരു ഹോളുണ്ട്, പഴയ ഒരു ക്ലോസറ്റ്, പക്ഷെ അത് മൂടിയിട്ടുണ്ട്. അതിനകത്ത് മാർബിൾ ഇട്ടെങ്കിൽ അടിയിൽ ഹോളുണ്ട്, ഇനി അടിയിലോട്ട് പോകുമെന്നറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ കുറച്ച് തേങ്ങയുണ്ട്. ആടിപ്പൊളി ഇതായിരിക്കണം ചേര. നോക്കിക്കോളൂ ചേര കണ്ട. പാടിപ്പൊളി. നമുക്ക് എന്തായാലും നമ്മുടെ പുള്ളിക്കാരത്തി കണ്ട് നല്ല സ്പീഡിലൊരു ആഷ് കളറെന്ന് പറഞ്ഞു, പക്ഷേ ഇതിനകത്ത് നമുക്ക് കാണാം ഒരു ചേര. പക്ഷേ അത് നമ്മൾ കണ്ടെങ്കിലും അത് നമ്മൾ അനക്കിയപ്പോൾ അതിൻ്റെ അടിയിലോട്ടങ്ങ് പോയി. തേങ്ങ ഒത്തിരി കിടപ്പുണ്ട്. അടിപൊളി. ഇത് നോക്കി, അതെടുത്തപ്പോൾ ഇതായിരിക്കുന്നു. അടിപൊളി. നല്ല ചെറിയൊരു മൂർക്കൻ. മാഡം മൂർക്കൻ തന്നെ കേട്ടോ. മൂർക്കനുണ്ട്, ചേരയുണ്ട്. അപ്പോൾ രണ്ടും കണ്ടായിരുന്നോ? ഒന്നേ ഉണ്ടല്ലോ. അന്ന് അപ്പോൾ ചേരയുണ്ട്, നല്ല കറുപ്പ് ചേരയുണ്ട്, നല്ല മൂർക്കനുണ്ട്. ഏതാ കണ്ടതെന്ന് നോക്കാം, പറയാം. വന്ന് ഇങ്ങോട്ട് വരാമോ? അപ്പോൾ നമ്മളെന്തായാലും ഇനിയും 5-6 കുറച്ച് തേങ്ങയും കൂടെ ഉണ്ട്. എന്തായാലും സന്തോഷം. കാരണം നമുക്കിപ്പോൾ 2 അതിഥികളെ ഒരുപാട്
സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് 2 രാജവമ്പല കിട്ടി കുറച്ചാൾ മുന്നേ കോന്നിയിൽ നിന്ന്. അതുപോലെ മൂർഖന്മാരൊക്കെ ഇഷ്ടം പോലെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഇത് പിടിക്കാൻ വരുന്ന അതികളെ അങ്ങനെയും ഒക്കെ എനിക്ക് കിട്ടിയതാ. ഇവിടെ നമുക്ക് കാണാം 2 പേര്. എനിക്ക് തോന്നുന്നത് ഇവർ 2 പേര് ഏകദേശം അടുത്തായിട്ടുണ്ട്. ചേര ആശാനെ മൂർഖൻ ആശാൻ തരത്തിക്കൊണ്ട് വന്നായിരിക്കും. അതിനാണ് സാധ്യത കൂടുതൽ. ആണ് പുള്ളിക്കാരത്തിൻ്റെ സ്പീഡിൽ വന്ന് ചേര ഇവിടെ സ്ഥിരം കാണുന്നുണ്ടെന്ന് പുള്ളിക്കാരത്തിൽ സ്ഥിരം ചേര ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം. നോക്കിയോളൂ 2 പേരും നല്ല അധമൻ മൂർഖനാണ്. നല്ല സൈസുള്ള മൂർഖനായിട്ട്. ഇത്രയും സൈസുള്ള മൂർഖന്മാർ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ടെന്നുള്ള ഒരുപാട്. നോക്കി ഇവിടെയൊക്കെ ഇതുണ്ടോ, അടിപൊളി. പിന്നെ വേറെ പ്രത്യേകമുള്ളതാ, ഇവിടെ ക്ലോസറ്റ് കണ്ടോ, പഴയ ക്ലോസറ്റാണ്. ക്ലോസറ്റ് എല്ലാം വെച്ച് അവർ അടച്ചിരിക്കുകയാണ്. ക്ലോസറ്റ് പ്രശ്നമില്ല. ക്ലോസറ്റിനകത്തെല്ലാം ചപ്പെല്ലാം വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി അധികം സാധനമില്ല. ഇനി ഇതിനകത്ത് നോക്കിക്കോളൂ. പോണം ചേരാതി. 2 പേര് വേണ്ട വേണ്ട. ചേര കടിക്കും, നന്നായിട്ട് കടിക്കും ചേര. മിക്കവാറും നോക്കിക്കോളൂ. മുറുക്കൻ പാമ്പ് അത് എണീറ്റ് ചേര ചേരയും മുട്ട 2 പേരും ഒരുപോലെ അടിപൊളി. ഇനി ഇതൊന്ന് ചേര മിക്കവാറും നമുക്കിട്ട് കടി തരാൻ സാധ്യതയുണ്ട്. ഉണ്ടോ, അടിപൊളി. 2 പേര് ചേര കടിക്കാൻ വേണ്ടി എനിക്ക് കയറി നോക്കി. ചേര കയറി നോക്കി. ചേര നന്നായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചേരയ്ക്ക് മുറുക്കൻ്റെ കടി കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പറഞ്ഞു എന്താ അടിപൊളി. ചേരയ്ക്ക് എന്തായാലും കടി കിട്ടിയിട്ടുണ്ട്. മൂർഖൻ നല്ല ആക്റ്റീവാണ്. ചേരയെ കടി കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അറിയാലോ ചേരയ്ക്ക് കടി. ചേര സാധാരണ മൂർഖൻ്റെ ഭക്ഷണമാണ്. നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു മൂർഖൻ നല്ല ആക്റ്റീവാണ്. കാരണം അവന് ഇത് കടിയിച്ച് തിന്നാൻ പറ്റാത്തതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വിഷമം അവനുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഡോർ അടച്ചത് കൊണ്ടാണ് ഇതിനകത്തുനിന്ന്. അല്ലെങ്കിൽ അവൻ ഇതിനകത്തുനിന്ന് പുറത്ത് പോകാൻ, ഇതിനകത്ത് പോകാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയും അവൻ ചെയ്തിട്ടുണ്ട്. ചെവരിലൊക്കെ കൊണ്ട് ചുണ്ടൊരച്ച് പോയിട്ടുണ്ട്. തന്നെ ചെവരിലും ഇതിലൊക്കെ കൊണ്ട് ചുണ്ടൊരച്ചിട്ടുണ്ട് പോകാനുണ്ട്. പക്ഷേ പോകാനുള്ള അവസരം കിട്ടിയില്ല. അതിന് മുന്നേ അവർ അടച്ച് കല്ലങ്ങ് വെച്ചു. അപ്പോൾ നോക്കിയുള്ളൂ, ഒരു അരമണിക്കൂറുടെ വെയിറ്റ് ആയിരുന്നെങ്കിൽ ഇത് കടിച്ച് തന്നെ തിന്നില്ല. പക്ഷേ വേറെ പ്രത്യേകത, ഈ ചേരയുടെ ദേഹം നോക്കുന്നത് നമ്മൾ സാധാരണ രാജവമ്പാല പിടിക്കുന്ന സമയത്ത് രാജവമ്പാല ഈ മഞ്ഞ കളർ രാജവമ്പാലയുടെ ദേഹത്ത് ഈ പാറ്റേൺ, ഈ കറുത്ത ഇങ്ങനെ പാറ്റേൺ നല്ല തെളിഞ്ഞു. അറിയാലോ, ഞാൻ 1, 2, 10, 15, 20, 30, 100, 150, 200 കിങ് കോബ്ര അല്ല പിടികൂടി. 238 കിങ് കോബ്ര പിടികൂടി. അത് ലൈവായി ഈ കാട്ടിൽ പോകുമ്പോൾ കണ്ടുപിടികൂടി ഒത്തിരി വേറെ ഉണ്ട്. അത് നമുക്ക് കണക്കിൽ ഇല്ല. നമ്മൾ വീടുകളിൽ വിളിച്ച് പിടിക്കുന്ന കണക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് മറ്റ് കർണാടകത്തിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അതൊന്നും നമ്മുടെ കണക്കിലുള്ളതല്ല. അതൊന്നും കണക്കില്ലാത്തതാണ്. നമ്മളെ കേരളത്തിൽ എന്നെ ഫോണിൽ വിളിച്ച് വനം വകുപ്പ് നാട്ടുകാരും വിളിച്ച് പിടികൂടിയ രാജവമ്പാലയുടെ എണ്ണമാണ് 238 എണ്ണം വരെ പിടികൂടി. അപ്പോൾ നോക്കൂ, എന്തായാലും നോക്കി നല്ല ആക്റ്റീവാണ് ചേര മിക്കവാറും നമ്മളെ കടിക്കും. കാരണം വെച്ചാൽ മറ്റവൻ അവനെ കടിച്ചാണ്. അപ്പോൾ പേടിച്ചിട്ട് ഒരു പരിവായിരിക്കുകയാണ്. കേട്ടോ,
ചേരയുടെ അറിയാമല്ലോ, ചേരയുടെ കടിയിട്ട് ഇവരെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ മെനിങ്ങാന്നിട്ടൊക്കെ കാട്ടുപാമ്പ് ചേരയെ നീർക്കോലിയെ കടിച്ച് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മൂർഖൻ പാമ്പ് ചേരയെ കടിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ചേര മരിക്കും. അങ്ങനെ യാതൊരു സംശയമില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു 2 മണിക്കൂർ ചേര മരിക്കും. ഇപ്പോൾ കടിച്ചിട്ടുണ്ട്, നന്നായിട്ട് കടിച്ചിട്ടുണ്ട്, 2 മണിക്കൂർ മരിക്കും. ഇപ്പോൾ നമ്മൾ മുന്നേ ഒരു എപ്പിസോഡിൽ ഒരു കാട്ടുപാമ്പിനെ മൂർഖൻ പാമ്പ് കടിച്ചു വെച്ചിരുന്നുണ്ട്. അത് പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കാട്ടുപാമ്പ് മരണപ്പെട്ടു. നല്ല കടിച്ച് പള്ളയിലൊക്കെ കടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴുത്തി പിടിച്ച് പിന്നെ മെഴുകാൻ ശ്രമിക്കുന്ന സമയത്താണ് നമ്മളവിടെ ചെല്ലുന്നതും നമ്മൾ ആ വീഡിയോ പകർത്താൻ ശ്രമിക്കുന്നത്. അപ്പോഴേക്കും അത് വിട്ടു ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 1/4 മണിക്കൂറിനകത്ത് കാട്ടുപാമ്പ് മരിച്ചുപോയി. അപ്പോൾ നോക്കൂ, ഇതൊരു ഏകദേശം ഒരു 6 അടി 7 അടിയോളം നീളമുള്ള ഒരു ചേരയും ഒരു 6 അടിയോളം 5 അടിയോളം നീളമുള്ള ഒരു മൂർഖൻ പാമ്പുമാണ്. പക്ഷേ ചേര നല്ല ആക്റ്റീവാണ്. നോക്കി രണ്ടുപേരും തലയിരിക്കും, 2 മൂർഖൻ പാമ്പും രണ്ടും ഇങ്ങനെ പെനഞ്ഞിരിക്കുമ്പോൾ അടുത്തടുത്ത് തലകൾ നോക്കൂ ചേരയിലെയും മൂർഖൻ്റെ തല അടുത്തടുത്തിരിക്കും. നോക്കൂ, 2 പേര് ഹെഡ്, മറ്റവൻ പത്തി കൊടുത്തിരിക്കുന്നു, മറ്റവൻ തല കൊണ്ട് അതിൻ്റെ പുറകിൽ നാക്ക് നല്ല നീളത്തിൽ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ചേര ഏറ്റവും കൂടുതൽ നല്ല നീളത്തിൽ പെട്ടെന്ന് തൊട്ട് ഇങ്ങനെ നാക്ക് പുറത്തേക്ക് വന്ന് ചേരയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ മച്ചിൻ്റെ മുകളിലോ വീടിൻ്റെ ജനലിൻ്റെ വെളിയിലൊക്കെ ഒരു അതിഥി വന്ന് ഇങ്ങനെ തലയിട്ട് എണീറ്റ് ഇങ്ങനെ നിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴും പറയാൻ പറ്റും നിങ്ങൾക്ക് ചേരയാണെന്നുള്ളത്. കാരണം ചേര ഇങ്ങനെ തല നല്ല പൊതിച്ചിട്ട് നാക്ക് നല്ല നീളത്തിൽ പുറത്തേക്ക് പെട്ടെന്ന് ഇട്ടിരിക്കും. രാജവമ്പല അതുപോലെ നാക്ക് നിർത്തി, പക്ഷേ അത് സാവകാശം മാത്രമേ നല്ല ഫുള്ള് നാക്ക്, ഏകദേശം 2 ഇഞ്ചോളം നീളത്തിന് പോകുന്ന നാക്ക് പുറത്തേക്ക്. ഇതിപ്പോൾ നോക്കിയാലും നല്ല എപ്പോഴും ഇത് പേടിച്ചിട്ടാണ്. കണ്ട അടുത്ത് മൂർഖൻ പാമ്പ് അവനെ പിടിക്കുന്നതിന് വേണ്ടി മൂർഖൻ്റെ ദേഹത്ത് ചുറ്റിയിരിക്കുകയാണ്. നോക്കിയുള്ളൂ, മൂർഖൻ്റെ ദേഹത്ത് ചുറ്റിയിരിക്കുകയാണ്. കണ്ടോ, ഇനി നല്ല കടിയായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ പിടിക്കുന്ന ചേര ചുമ്മാ പറ കടിക്കും, പെട്ടെന്ന് പെട്ടെന്ന് കടിക്കും. അത് ഈ പേടി, അത് രാജവമ്പല മൂർഖൻ അവനെ കടിച്ച ആ ഒരു വേദനയും കാണും. അപ്പോൾ നമ്മൾ അടുത്ത് നിന്ന് പിടിക്കുമ്പോൾ പെട്ടെന്ന് കടിക്കും. ഇതിപ്പോൾ കുറേ സമയം ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ മേളിലായി. കാരണം നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ അവിടെ ബ്ലോക്കായിരുന്നു. അപ്പോൾ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അത്രയും സമയം ഏകദേശം 1 മണിക്കൂർ കൊണ്ട് പുള്ളിക്കാരത്തി ഇവിടെ നമുക്ക് വേണ്ടി കഥ അടച്ചു വെച്ച് ഡോർ അടച്ചു വെച്ച് ഇവിടെ വെയിറ്റ് ചെയ്യണം അവർ. ചേരണ്ട എൻ്റെ ദേഹത്ത് കയറി കടിക്കാൻ വേണ്ടി കയറിയാണ് കേട്ടോ. ഞാനങ്ങനെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഇരിക്കും. അനങ്ങിയ ഇപ്പം കടിക്കും ചേര. നല്ല കടിയായിരിക്കും. ചേരുടെ കളി അറിയാമല്ലോ, എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടില്ല. എൻ്റെ കണ്ണൊക്കെ എൻ്റെ ഇടത്തെ കണ്ണൊക്കെ കടിച്ച് പറിച്ച് കളഞ്ഞു, കണ്ണിൻ്റെ പോളെല്ലാം കടിച്ച് പറിച്ച് കളഞ്ഞ. അപ്പോൾ ഇത് ഇപ്പോൾ പേടിച്ച് ഇപ്പോൾ നല്ലത് പേടിക്കുമ്പോൾ താഴേക്കുള്ള ആട വികസിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെ കടിക്കാൻ ഇവൻ്റെ കടിയും തിരിഞ്ഞ് മുഖത്തോട്ട് മേളിലോട്ടായിരിക്കും കടിക്കുന്നത്. ചേര അടിച്ചുമ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നത്. പോയി താഴെ പോയി. ചേര അടിച്ചുമ്പോൾ ഒന്നും സംഭവിക്കാൻ പറ്റില്ല, ഒരു പ്രശ്നമില്ല. ചേര അടിച്ചുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചിട്ട് മരുന്നിൻ്റെ ആവശ്യമില്ല, നമുക്ക് വേറെ പ്രശ്നങ്ങൾ നോക്കിക്കളുണ്ട്. മൂർഖൻ്റെ മുന്നിൽ ഫൈറ്റ് ചെയ്യുന്നുള്ള ചേർ നോക്കിയുള്ളൂ, മൂർഖൻ്റെ മുന്നിൽ ഫൈറ്റ് നോക്കില്ല. മൂർഖൻ്റെ മുന്നിൽ ഫൈറ്റ് ചെയ്യുന്നു. നല്ല ആട വികസിച്ച് ചെയ്യുന്ന പേടിച്ച് നല്ല കടിക്കാൻ. കണ്ടല്ലോ, ഏകദേശം 7 അടിയോളം 6 അടി 5 അടി 9 ഇഞ്ചാണ് എൻ്റെ നീളം. അപ്പോൾ എന്നെക്കാളും അപ്പോൾ 7 അടിയോളം നീളം അദ്ദേഹത്തിനുണ്ട്. നോക്കിയുള്ളൂ, ചേരയാണ് ഏറ്റവും കൂടുതൽ നീളം വെക്കുന്നത്. രാജവമ്പല കഴിഞ്ഞ് പെരുമ്പാമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നീളം വെക്കുന്നത് ഒരു അതിഥിയാണ് ചേരകൾ. സാധാരണ നമ്മൾ ആൾക്കാർ പറയണ്ട നമുക്ക് മൂർഖൻ പാമ്പൊക്കെ 8 അടി 9 അടി വളരുന്നത്. അങ്ങനെയൊന്നും വളരത്തില്ല. പരമാവധി 6 6.5 ഒരു അപൂർവങ്ങളിൽ ചിലപ്പോൾ 7 അടിയൊക്കെ വരാം. വന്നിട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വർഷത്തെ യാത്ര തുടങ്ങിയിൽ എനിക്ക് ഇതുവരെ 7 അടിയുള്ള മൂർഖൻ അതിഥിയൊന്നും കിട്ടിയിട്ടില്ല. മൂർഖൻ അതിഥി പുറത്തേക്ക് ഇറങ്ങി വരണം. നോക്കി ഡോറിൻ്റെ മറവിൽ വന്നു. അതാ നോക്കി, അടിപൊളി. ഡോറടച്ചപ്പോൾ പത്തി കൊടുത്തേങ്ങി ഇരുന്നു കേട്ടോ. അടിപൊളി, അതാ നോക്കിയോളൂ. അപ്പോൾ 2 നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്ന് നമുക്ക് സമ്മാനിച്ച വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. നമ്മൾ മൂർഖനെ വിഴുങ്ങിയ നമ്മൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അത് ഛർദ്ദിക്കുന്ന എപ്പിസോഡ്, ചേരയെ വിഴുങ്ങിയ മൂർഖനെ നമ്മൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നോക്കുക, ചേര സാറിനെ കെട്ടിടുമെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ചേര മരത്തിലൊക്കെ കെട്ടിയിട്ട് കിടന്നിട്ട് ഇങ്ങനെ തീറ്റിയെടുക്കാൻ വേണ്ടി എലിയൊക്കെ പിടിക്കാണ്ട് ഇങ്ങനെ നമുക്ക് കെട്ടിട്ട് കിടന്നിട്ട് താപ്പോട്ട് ഇറങ്ങി വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കൂടുതലും കാണുന്നത് ചേര, അതുപോലെ നമ്മുടെ പൂച്ചക്കണ്ണം പാമ്പ് കാട്ടിൽ കണ്ടുവരുന്നത് അതൊക്കെയാണ് ഈ പെരുമ്പാമ്പ്. ഇതൊക്കെയാണ് കൂടുതൽ കെട്ടിടുന്നത്. പുള്ളിക്കാരത്തി കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇദ്ദേഹം ഇതിനെ തട്ടിയിട്ട് അതിനകത്ത് തന്നെ ഇരുന്നത്. അതിനകത്ത് പോവില്ല, കാരണം പോകാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഇത്രയും വലിയൊരു ചേര. അപ്പോൾ ഒതുങ്ങണ്ടേ, വയറൊന്നും വലിയൊരു ചേരയാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഇപ്പോൾ ചോദിക്കും ഇതിൻ്റെ വയറ്റിൽ ഇത് കൊള്ളുമെന്ന്. ഇതിനേക്കാളും വലുത് കൊള്ളൂ.
ഇതിനേക്കാളും ഇതൊരു അക്ഷയ പാത്രമാണ്. ഭക്ഷണം കഴിക്കുന്നത് വയറിങ്ങനെ വീർത്ത് വരും. അപ്പോൾ ഇതൊക്കെ ഒന്നുമില്ല, മടങ്ങി അകത്തങ്ങിരിക്കും, അറിയാലോ. അദ്ദേഹം പാടുന്ന അത്ര പാടില്ല. നമ്മളിപ്പോൾ ചേര വിട്ടത് ഒറ്റ പോക്കാരുണ്ടോ, ഒറ്റ പോക്കാരും ചേര പോകുന്നുണ്ടോ. ചേര നല്ല സ്പീഡിൽ അങ്ങ് പോകും കണ്ടോ, നല്ല സ്പീഡിൽ അങ്ങ് പോകുന്ന സാധനം ചേര നല്ല സ്പീഡിൽ പോകും. വിട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ പോക്ക്. മതി കുഴപ്പമില്ല, ഇത് മതി. നമ്മൾ ചേര അതിഥിയെ നമ്മൾ എന്തായാലും ചാക്കിലാക്കുകയാണ്. അദ്ദേഹത്തെ നമ്മൾ ചാക്കിലാക്കുക. നമ്മളിപ്പോൾ എത്ര വലിയ ചാക്കിലിട്ടാലും നമ്മൾ കെട്ടിയിടുന്നത് ചേർത്ത് അങ്ങ് താഴെ ചെന്ന് ചുരുക്കി കെട്ടിയെങ്കിൽ നമ്മൾ കണ്ട് പല വലിയ സഞ്ചി വെച്ചൊക്കെ പിടിക്കുമ്പോഴത്തേക്കും ചുറ്റി കൊണ്ടുവന്ന് തൂക്കിയെടുത്ത് താഴെ അറ്റം കൊണ്ടുവന്നിട്ട് ഒറ്റ കെട്ടാണ് ചുറ്റി താഴെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മൾ ചേരാതിഥിയെ നമ്മൾ ചാക്കിലാക്കി. അപ്പോൾ നമുക്കിത് ഇവിടെ ഇരിക്കട്ടെ. രാമ കുട്ടാ, അടിപൊളി. ഇതിപ്പോൾ സേഫായി. ഇതിപ്പം എയർ ഉണ്ട്, പക്ഷേ കുഴപ്പമുള്ള ശ്രദ്ധിക്കേണ്ട എപ്പോഴും ഇതിനകത്തൊരു കടി വരും. അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇനിയിപ്പോൾ വണ്ടിയിൽ പോയിട്ട് വേറെ ബോട്ടിൽ വെച്ച് വണ്ടി വളരെ ദൂരത്തിലാക്കണം. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ഇതിനെ ചാക്കിലോ മറ്റോ ആക്കണം, വേറെ എവിടെയെങ്കിലും ചാക്കിലാക്കണം. അപ്പോൾ എന്നാലും നമ്മൾ സമയം കളയുന്നില്ല. ഇന്നത്തെ നമ്മുടെ യാത്രയുടെ 2 അതിഥികൾ, ചേര അതിഥിയെയും ചേരയെ തിന്നാൻ വന്ന മൂർഖൻ അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.